നാം സ്നേഹിക്കുന്നവർ ഒരായിരം പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മയ്ക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസം അർപ്പിച്ചത്, സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി, ലാഭനഷ്ടങ്ങൾ നോക്കി, സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സത്യസന്ധമായി സ്നേഹിക്കപ്പെടുന്നു എന്നത് തന്നെ വിലമതിക്കാനാവാത്ത ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്ന മനുഷ്യരിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. കുറവുകൾ നികത്താനും കൂടെ നിൽക്കാനും കുറച്ചു മനുഷ്യരേ ഉണ്ടാകൂ. എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങൾക്ക് നന്നായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ നമ്മളെക്കാൾ ഏറെ വേദനിക്കുന്നത് അവർക്കായിരിക്കും. ശരീരം രണ്ടായിരിക്കുന്നു എന്നേയുള്ളൂ, മനസ്സ് ഒന്നായിരിക്കും. വേദനകളിൽ കൂട്ടിരിക്കുന്ന ഒരാൾ വേർപെടുത്താനാകാത്ത വിധം നമ്മളിൽ വേരുറപ്പിച്ചിട്ടുണ്ടാകും. ഒറ്റക്കാകുമ്പോൾ അടഞ്ഞ മുറിയിലെ ചുവരുകളെ നോക്കി കരയരുത്. നാടുമുഴുവൻ സർക്കിട്ട് പോണം. വഴിയിൽ കാണുന്നതിനെയൊക്കെ കണ്ണു തുറന്ന് കാണണം, കേൾക്കണം. പരിചയമില്ലാത്തവരെ നോക്കി ചിരിക്കണം. തിരികെ കിട്ടുന്ന ചിരികളോരോന്നും പോക്കറ്റിലിട്ടു വെക്കണം. യാത്രയിൽ കിട്ടുന്ന സൗഹൃദങ്ങളോട് പറയണം, നമ്പറോ ചിത്രങ്ങളോ തിരുശേഷിപ്പുകളോ സൂക്ഷിക്കരുത്. ചിലപ്പോൾ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. വീണ്ടും കാണുമ്പോൾ ഓർക്കുന്നുവെങ്കിൽ പിന്നെയും പലവട്ടം കാണും. ട്രെയിനിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും അവരെയും മനസ്സിന്ന് ഇറക്കിവിടണം. ആർക്കും അവിടെ തീരെഴുതി കൊടുക്കരുത്. ആരുടെയും ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ ഇടിച്ചു കയറരുത്. അപ്പോൾ ഒരിക്കലും ആരും ഒറ്റക്കാകുകയില്ല. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ജീവിതത്തിലെ നല്ല പാഠങ്ങളാണ് ആഴത്തിലും വികാരപരമായും സ്നേഹിക്കുക. നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായേക്കാം, പക്ഷേ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള ഏക മാർഗം അതാണ്. അവരെ ബന്ധുക്കളെ വെച്ച് വിലയിരുത്തരുത്. നിങ്ങൾ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. നിങ്ങൾക്കുള്ളത് മാത്രം ചെലവഴിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ആ പാഠം ഒരിക്കലും മറക്കരുത്. സാവധാനം സംസാരിക്കുക, വേഗത്തിൽ ചിന്തിക്കുക. വലിയ സ്നേഹവും മികച്ച നേട്ടങ്ങളും വലിയ അപകട സാധ്യത ഉൾക്കൊള്ളുന്നു എന്ന് ഓർമ്മിക്കുക. ഒരു ചെറിയ തർക്കം വലിയ ഒരു സുഹൃത്ത് ബന്ധം മുറിപ്പെടുത്തരുത്. നിങ്ങളൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനടി പരിഹാരം കാണണം. നിങ്ങൾ ധാരാളം പണം സമ്പാദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ അത് വിനിയോഗിക്കുക. അതാണ് സമ്പത്തിൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത്. പ്രണയം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക. നിങ്ങൾ കരയിക്കുന്ന സൗഹൃദങ്ങളെ കൈവിട്ടു കളയുക. നിങ്ങൾ ഒന്നുമല്ലെന്ന് ഉരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുക. ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുക. നിങ്ങളെ എല്ലാ കുറവുകളോടുകൂടി ഉൾക്കൊള്ളുന്നവരുടെ കൈകോർത്ത് നടക്കുക. അതുപോലെ തന്നെ നിങ്ങളെന്നും നിങ്ങളായിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതം. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാൻ ഒക്കില്ലല്ലോ എന്നോർത്ത് തലതല്ലി ചത്തിട്ടില്ല. ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പരിക്കുപറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതിരുന്നിട്ടില്ല.
പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം? വീണുപോയി എന്ന് തോന്നുമ്പോഴൊക്കെ വീര്യത്തോടെ തന്നെ നടക്കണം. വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയതെന്ന് ഓർത്ത് വിജയത്തിലേക്ക് തന്നെ നടക്കണം. ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ കയ്യീന്ന് പോയെന്ന് തോന്നിയാലും ഇടം വലം നോക്കാതെ തർക്കിച്ചങ്ങ് നിൽക്കുക. തോറ്റുപോയാലും അതൊക്കെ സ്വന്തം ശരിക്കു വേണ്ടി മിണ്ടി എന്നുള്ള ഒരു സന്തോഷമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകും. മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ ഒന്നോർക്കുക, അതേ വേദന മറ്റാരെങ്കിലും വഴി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും അനുഭവിക്കുമ്പോൾ മാത്രമേ ഞാൻ കാരണം അവർ അന്ന് എത്ര വേദനിച്ചിട്ടുണ്ട് എന്ന ബോധം വരികയുള്ളൂ. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത്. ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ സ്വയം മാറി നിൽക്കുക. സംസാരം കഴിവതും കുറക്കുക. ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാകരുത്. ആത്മാർത്ഥത കൂടിപ്പോകരുത്. അതുപോലെ സംസാരിക്കാൻ വേണ്ടി നിങ്ങളാരെയും നിർബന്ധിക്കുകയും ചെയ്യരുത്. തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഇതൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. മനസ്സ് വിങ്ങുപൊട്ടുന്ന പോലെ ജീവൻ പോകുന്ന വേദന, ആരോടും പറയാൻ പറ്റാത്ത കുറേയേറെ സങ്കടങ്ങൾ, ആർക്കും വേണ്ടാത്ത ഒരു ജീവിതം. സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മൾ? പിന്നെങ്ങനെ മരണത്തെ സ്നേഹിക്കാതിരിക്കും? നിലച്ചുപോയ ഘടികാരം പോലും ദിവസേന 2 തവണ ശരിയായ സമയം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണ്. എന്നാൽ നിലച്ചുപോയ മനുഷ്യൻ എന്നെങ്കിലും തൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു വന്നിട്ടുണ്ടോ? കുട്ടിക്കാലം എന്ന് വെച്ചാൽ സ്വപ്നങ്ങളുടെ ഒരു കലവറയാണ്. ആഗ്രഹിച്ചത് ഒക്കെ നമ്മളിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മളെ കാണുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു വിലയുമില്ലെന്ന്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോഴൊക്കെ കാലം ഒരുപാട് മുന്നേ പോയിട്ടുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സംഭവിച്ചതെല്ലാം നല്ലതിന് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയാൻ മറന്നുപോയ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ തോൽവി ഒരു അവസാനമാണ്. തോൽവി ചിലർ നൽകിയ വിലപ്പെട്ട സമ്മാനമായേക്കാം. ഒരു പക്ഷേ ആ തോൽവിയിൽ അവരുടെ സ്നേഹമുണ്ട് എന്ന് വിശ്വസിച്ച് അത് 2 കൈയും നീട്ടി സ്വീകരിച്ച് സ്വയം നിരാശയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നകലേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ചിലരുടെ ജീവിതങ്ങൾ. അങ്ങനെയാണ് ചിലരുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.